അതേപോലെ തന്നെ നമ്മൾ സവാള ഉള്ളിയൊക്കെ ഒഴിക്കുമ്പോഴത്തേന് കണ്ണെരിയാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിനകത്തൊരു സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി സവാള ഒക്കെ നമ്മൾ അതിനകത്ത് മുക്കി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണൊന്നും എരിയത്തുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് എത്ര സവാള വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, വേണമെങ്കിലും നമുക്ക് ഒലിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എത്ര അരിഞ്ഞെടുത്താലും കണ്ണെരിയാതെ തന്നെ നമുക്ക് സവാളയാണേലും ഉള്ളിയാണേലും അരിഞ്ഞെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ റെഗുലേറ്ററൊക്കെ പുതിയ ഗ്യാസ് കുറ്റി കൊണ്ട് വെക്കുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുമ്പോഴത്തേനും ചില സമയത്ത് റെഗുലേറ്റർ കയറാറില്ല. കാരണം അതിനകത്തുള്ളൊരു വാഷറുണ്ടല്ലോ, ആ ഗ്യാസ് കുറ്റിക്കകത്തുള്ള വാഷർ ഉണ്ടോ നല്ല ടൈറ്റായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു സ്വല്പം എണ്ണയൊന്ന് തൊട്ട് കൊടുക്കുക. സ്വല്പം വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഗുലേറ്റർ ഇടുകയാണെങ്കിൽ ഒട്ടും ഗ്യാസ് ലീക്കാകാതെ തന്നെ നമുക്ക് റെഗുലേറ്റർ നല്ല ഫിറ്റായിട്ട് അതിനകത്ത് ഇരിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഇടുമ്പോഴത്തേന് ഒരു സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് ലീക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളാണ്. അതിപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്യാസ് ഏജൻസിക്കാരൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോഴത്തേനും അവർ ഇതേപോലെ ചെയ്യാറുണ്ട്. ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും ലീക്കാവാതെ തന്നെ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്യാസ് കുറ്റിയിൽ നമ്മൾ ഗ്യാസ് തീർന്നോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ച് ഇതേപോലെ ഒന്ന് ഗ്യാസ് കുറ്റിയിലൊന്ന് തടയി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും ആ ഉണങ്ങി വരുന്ന ഭാഗത്ത് ഗ്യാസ് ഇല്ല, ആ നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഗ്യാസ് ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നേ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു.